ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു ടൈമിൽ വൈറലായിരിക്കുന്നു. പക്ഷെ എല്ലാവരും ചെയ്ത് കഴിഞ്ഞു. പക്ഷെ എനിക്ക് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പോരാതിന് ഞാനിപ്പോഴാണ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഇപ്പം അല്ല, ഒരു മാസമായിട്ടോ. അപ്പം വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും കമൻസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ പറയുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം ഒരു സമയത്ത് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫേസ് മാസ്കിൻ്റെ വീഡിയോ കൊണ്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. നമ്മുടെ നവ്യ നായരുടെ മാഡത്തിൻ്റെ ഒരു വൈറൽ ഫേസ് പാക്ക് ഉണ്ടായിരുന്നല്ലോ, ഉപയോഗിച്ചിട്ട് എല്ലാവർക്കും നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പം അതൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് വന്നിട്ട് സ്ക്രബിങ് ആണ് അവർ പറയുന്നത്. സ്ക്രബിങ്, കോഫി പൗഡർ, ഷുഗർ, ലെമൺ ജ്യൂസ്, ഇതൊന്നും നമുക്ക് മിക്സ് ചെയ്യാം. ഓക്കെ, ലെമൺ ജ്യൂസ് ഇച്ചിരി സ്ക്രബിങ്ങിന് ആവശ്യമുള്ളത് വേണം കേട്ടോ. ഇച്ചിരി ലെമൺ ജ്യൂസ് ഇടാം. വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. കോഫി പൗഡർ, ഫേസിലേക്ക് ആവശ്യമായിട്ടുള്ളത് മതി കേട്ടോ. ഇച്ചിരി ഷുഗറും നമുക്ക് മിക്സ് ചെയ്യാം. പറഞ്ഞ കണക്കിന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതൊന്നും അറിയാം, എനിക്ക് ഫോണ് പിടിക്കലും ഇത് മിക്സ് ചെയ്യാനും കഴിയുന്നില്ല. അതുകൊണ്ട് ഇച്ചിരി കൂടി കോഫി പൗഡർ ഞാൻ ഇട്ടിട്ടുണ്ട്. ലെമൺ ജ്യൂസ്, പിന്നെ ലെമൺ ജ്യൂസ് ഓയിലി സ്കിന്നിന് പറ്റും, ഡ്രൈ സ്കിന്നിന് പറ്റിക്കൊള്ളുന്നില്ല കേട്ടോ. വേറെ എന്തെങ്കിലും യൂസ് ചെയ്തോളൂ. പക്ഷേ ആ ഫേസ് പാക്കിൽ പറഞ്ഞേക്കുന്നത് ലെമൺ ജ്യൂസാണ് കേട്ടോ. ഫേസിൽ അപ്ലൈ ചെയ്യാം. നമുക്ക് കൈ വെച്ചിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. ബ്രഷ് താഴെ അത് എടുക്കാൻ പോകണം, ഭയങ്കര പണിയാണ്. ഫോണ് ഞാൻ കേട്ടോ. ഓക്കെ, നമുക്ക് ഫേസിലൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഇത് സോഫ്റ്റായിട്ട് ചെയ്യണം കേട്ടോ. കഴുത്തിൽ ചെയ്യുന്നില്ല, ഒന്നാമത് കഴുകി കളയാനുള്ള പാടുകൊണ്ടാണ്. നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കഴുത്തിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരുപാട് വീഡിയോസ്, സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പോയി കാണും കേട്ടോ. നല്ല യൂസ്ഫുള്ളാണ്. പിമ്പിൾസ് ഉള്ളവർക്ക്, പിന്നെ പിമ്പിൾസ് ഉള്ളവർക്ക് ബെസ്റ്റ് റെമഡി പറയുന്നുണ്ട്. പിന്നെ സിമ്പിളായിട്ടുള്ള പല ഫേസ് പാക്കിൻ്റെ വീഡിയോ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ അടുത്ത് വൈറലായിക്കൊണ്ടിരിക്കുന്ന രഞ്ജിനിമ പറഞ്ഞിട്ടുള്ളൊരു മാഡത്തിൻ്റെ ഫേസ് പാക്ക് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ലെമൺ ഒരുവിധം ഇതൊക്കെ നല്ല സ്കിന്ന് ബ്രൈറ്റനാക്കി നിൽക്കുന്നൊരു സംഭവം കേട്ടോ ലെമൺ എന്ന് പറഞ്ഞാൽ. നമുക്കിതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. മുഖച്ചെളുകി കഴുകി ഞാൻ വെള്ളം തുടച്ചിട്ടില്ല, ക്ലിയറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുഖമൊന്ന് തുടക്കട്ടെ. കഴിഞ്ഞതിന് ശേഷം ആലോവേറേൻ്റെ നമ്മൾ സ്ക്യൂബായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, ഫ്രീസ് ചെയ്യാൻ വേണ്ടി. അലോവേറ മാത്രം, അതിൻ്റെ വൈറ്റ് പൾപ്പ് മാത്രം ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അതിന് ഫ്രീസ് ആയതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്യുക. അങ്ങനെയാണ് വീഡിയോയിൽ പറഞ്ഞേക്കുന്നത്. അപ്പം ഞാനത് ഇതിൽ എടുത്തിട്ടില്ല കേട്ടോ, വീഡിയോ എടുത്തിട്ടില്ല. അത് നിങ്ങളങ്ങനെ ചെയ്യുക. ഒരു ലീഫ് എടുത്തിട്ട് ഞാൻ മിക്സിയിലടിച്ച് ഫ്രീസ് ചെയ്യാൻ വെച്ചേക്കുക കേട്ടോ. അപ്പോൾ
അപ്പം അതെടുത്തിട്ട് റബ്ബ് ചെയ്യാം. ആലോവേറ അത് സ്കൂപ്പ് ആയിട്ടില്ല, ഞാൻ ഉച്ചയ്ക്ക് വെച്ചതാണ്, ഒരുപാട് സമയമൊന്നും ആയിട്ടില്ല. ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും നല്ല മത്തി ചെയ്യുന്നുണ്ട്, നല്ല അടവുകളൊക്കെ സോഫ്റ്റായിട്ട് ചെയ്യുന്നത്, അല്ലാതെ സ്കൂപ്പായിട്ടിട്ടില്ല. നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് സ്കൂപ്പായിട്ട് ഇട്ടതിന് ശേഷം ചെയ്യാം കേട്ടോ. നല്ല സുഖം കിട്ടും. ആലോവേറ നല്ല ഏറ്റവും നല്ല സാധനമാണ്. സ്കിന്ന് ഗ്ലോ ആവാനും പിമ്പിൾസ് കുറയാനും നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫേസിലൊന്ന് അബ്സോർവ് ആക്കാം. ഗ്ലോ അബ്സോർവ് ആയതിനു ശേഷം മാത്രം നമുക്ക് പാക്ക് അപ്ലൈ ചെയ്താൽ കേട്ടോ. അതൊക്കെ ഇട്ടിട്ട് നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഗ്ലാസ് ഫിനിഷ് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് എത്രത്തോളം ക്യാമറയിൽ കാണുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ആലോവേറ മാത്രം നോക്കിയിട്ടാൽ ഒരു ഗ്ലോ കിട്ടും. ഞാൻ ഫസ്റ്റിലൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ചെയ്തു പോകും. നല്ല റിസൾട്ടുള്ളത്, ഏറ്റവും നല്ല റിസൾട്ടുള്ള പാക്കാണ്. ഇനിയിപ്പോൾ മൈദ ഇല്ലെങ്കിലും സാധാ ഈ അലോവേറ മാത്രമായിട്ട് ചെയ്താലും നല്ലതാണ്. സ്കിന്നിന് കണ്ടു ഇതൊന്ന് അബ്സോർവ് ആവട്ടെ കേട്ടോ. കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് കടലപ്പൊടി ഇടാം, ഇച്ചിരി ടർമറിക് പൗഡർ ഇടാം, വൈൽഡ് ടർമറിക് പൗഡർ. കാപ്പിപ്പൊടിയും കടലപ്പൊടിയും എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് കസ്തൂരി മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം കേട്ടോ. ഒന്ന് മഞ്ഞൾപ്പൊടി ഇടാം, ഇത്തിരി തേനൊഴിക്കാം, ഇച്ചിരി കേട് ഒഴിക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യേ. ഓവർ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല, എന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി എനിക്ക് സ്കിന്നിന് ചിലപ്പം ചൊറിയും. അപ്പം എനിക്ക് കസ്തൂരി മഞ്ഞൾ അങ്ങനെ പറ്റാറില്ല. അപ്പം നിങ്ങൾ പറ്റുന്നവരാച്ചാൽ അതിനനുസരിച്ച് എടുക്കുക. ഞാൻ എന്നാലും കുറച്ച് എടുത്തിട്ടുണ്ട്. പറ്റുന്നവരാച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കുക. ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ കാപ്പിയുടെ ഒരു ബ്ലാക്ക് കളറാണ് ഇതിൽ മുന്നിട്ട് നിൽക്കുക. ഫേസിൽ അപ്ലൈ ചെയ്യാം. കഴുകി കളഞ്ഞിട്ടില്ല കേട്ടോ, നമ്മളതിൻ്റെ മുകളിലാണ് ഇത് തേക്കാൻ പോകുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത് ഉണങ്ങിയതിന് ശേഷം കാണാം കേട്ടോ.
വെച്ചാൽ എനിക്ക് തോന്നുന്നു നല്ല ഗ്ലോ ഉണ്ട്. ഇപ്പം തന്നെ അലോവേറയുടെ ജെല്ലിൻ്റെയും പിന്നെ ലെമണിൻ്റെയും ഒക്കെ കൂടി അപ്ലൈ ചെയ്തിട്ട് തന്നെ നല്ലൊരു ഗ്ലോ ഒരു ഒരു എന്തോ ഒരു ഇത് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ പാക്കും കൂടി ഇട്ടിട്ട് വാഷ് ചെയ്തിട്ട് കാണാം. അയ്യോ, ഒരുവിധമൊക്കെ ഉണങ്ങി, ഒരുവിധമെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട്. നല്ല ഡ്രൈ ആവാൻ നിൽക്കണ്ട. ഒരു വിധം സെമി ഡ്രൈ ആകുമ്പോൾ തന്നെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. വാഷ് ബേസ് കൊണ്ടുപോകണ്ടല്ലോ എന്ന് വെച്ചിട്ടാണിത്. കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ എന്തോ, നല്ലൊരു ഗ്ലോയും നല്ലൊരു ഇവിടെ ഇങ്ങനെ തിളങ്ങുന്ന പോലെ തോന്നുന്നുണ്ട് നമുക്ക്. ഗുളു സോഫ്റ്റിലാട്ടോ ചെയ്യുന്നത്, വല്ലാതെ ഹാർഡായിട്ട് ചെയ്യരുത്, ഫേസാണ്. അയ്യോ, നല്ല രസമുണ്ട് കേട്ടോ. ഞാനിതിൽ കസ്തൂരി മഞ്ഞളല്ല കേട്ടോ യൂസ് ചെയ്തേക്കുന്നത്, സാധാ വീട്ടിൽ പൊടിച്ച മഞ്ഞളാണ് യൂസ് ചെയ്തേക്കുന്നത്. എനിക്ക് കസ്തൂരി മഞ്ഞൾ ഭയങ്കര അലർജറ്റിക്കാണ്. പിന്നെ ഈ ടെർമറിക്ക് അധികം ഞാൻ യൂസ് ചെയ്യാറില്ല, വല്ലപ്പോഴൊക്കെ. ഇത് അത്ര പണി കിട്ടാറില്ല. കസ്തൂരി മഞ്ഞൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈഡിൽ ഇങ്ങനെ ചൊറിഞ്ഞിങ്ങനെ റോസ് കളറും അത് ചൊറിഞ്ഞിട്ട് ഒരു ബ്ലാക്ക് കളറായി വരും. ആ ബ്ലാക്ക് കളർ ആകുമ്പോഴും പിമ്പിൾസിൻ്റെ മാർക്ക് പോകാനുള്ളൊരു റെമഡി ഉണ്ടായിരുന്നു. അതാണ് ഞാൻ ചെയ്യാറുള്ളത്. ഞാൻ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണണം കേട്ടോ. കണ്ടോ ഗൈസ്? അയ്യോ, നാളെ ഒരു ഫങ്ഷനൊന്നും ഇല്ലാതെ പോയി. ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഇത് തലേന്ന് ചെയ്ത് പിറ്റേന്ന് പോയാൽ നല്ല ഗ്ലോ ഉണ്ടാവും കേട്ടോ. ഫേസിലിപ്പോൾ നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. അത് മൊത്തം ഒന്ന് കഴുകിയതിന് ശേഷം കാണിക്കാം കേട്ടോ. നല്ലൊരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ടാവുമല്ലോ അല്ലേ? നല്ല മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട്. ഉപ്പെടുക്കാനേ പറ്റത്തുള്ളൂ കേട്ടോ. ഓവറായിട്ട് നമ്മൾ ഫേസിലിട്ടിട്ട് റബ്ബ് ചെയ്യരുത്. ഉപ്പെടുക്കാം. ഓക്കെ, എത്രത്തോളം ഇത് എഫക്റ്റ് അറിയുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നല്ല എഫക്റ്റുള്ള സംഭവമാണ്. അതിലൊരു സ്റ്റെപ്പും നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത് കേട്ടോ. എത്രത്തോളം നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നല്ല റിസൾട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങളും ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് ഉണ്ട് ഈ ഒരു പാക്ക് എന്ന് പറഞ്ഞാൽ. ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഒഴിവാക്കരുത്, എല്ലാ സ്റ്റെപ്പും ചെയ്യണം. ഇനിയിപ്പോൾ ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ട്, ബീട്രൂട്ടും മിൽക്കും ഡിപ്പ് ചെയ്തിട്ട് ഫേസ് ഒന്ന് മസാജ് ചെയ്യും. ഇവിടെ ബീട്രൂട്ട് ഇല്ല, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. ഇത്രയും ചെയ്താൽ തന്നെ നല്ലൊരു ഗ്ലോയും നല്ലൊരു ഫിനിഷിങ്ങും നല്ലൊരു ബ്രൈറ്റ്നെസ്സും തോന്നിക്കുന്നുണ്ട്. നമ്മൾ പാർലറിൽ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു റെമഡി ചെയ്താൽ തന്നെ നല്ലൊരു ഗ്ലോ പെട്ടെന്ന് തന്നെ നമുക്ക് മുഖത്ത്. നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നല്ലൊരു ഗ്ലോ. ആ ആലോവേറയുടെ ക്യൂബാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ ഫ്രിഡ്ജിൽ, അത് നല്ല എഫക്റ്റീവാണ് കേട്ടോ. ആ ഒരു ഇത് നമ്മുടെ ഫേസിലിട്ട് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നല്ലൊരു ഗ്ലോ, എന്താ പറയുക, നല്ലൊരു മാറ്റ് ഫിനിഷ് തോന്നിയിട്ടുണ്ടായിരുന്നു അന്നേരം. അത് കഴിഞ്ഞ് ഈ ഒരു പാക്കും കൂടി ചെയ്താൽ നല്ല റിസൾട്ട് ഉണ്ട്. അപ്പം ഇത് ചെയ്ത് നോക്കുക. ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. ഓക്കെ, ബൈ. അടുത്ത നല്ലൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.